കേരളത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ കൂട്ടായ്മയെ സമന്വയിപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. ഇത് കാണാൻ ലോകം മുഴുവൻ വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് എത്തുകയാണ്. ഇവിടെ അരങ്ങേറുന്ന താളവാദ്യ വർണ്ണ ലയങ്ങളുടെ പൂരത്തിന് ഓരോ വർഷവും ആരാധകർ ഏറുകയാണ്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇത് നടത്തുന്നത്. തൃശ്ശൂർ നഗരത്തിലെ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നീ 2 ക്ഷേത്രങ്ങളും കൂടാതെ അടുത്തുള്ള 8 ക്ഷേത്രങ്ങളുടെ ചെറുപൂരവും ചേർന്നതാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം ഉണ്ടായതിനെ ചൊല്ലി ഒരു ഐതിഹ്യമുണ്ട്. ആദ്യകാലത്ത് ആറാട്ടുപുഴ പൂരമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പൂരം. ഈ പൂരത്തിൽ പങ്കുകൊള്ളാൻ പല ദേശത്തു നിന്നുള്ള ക്ഷേത്രക്കാർ കൂടി എത്തിച്ചേരുമായിരുന്നു. എന്നാൽ ഒരു പ്രാവശ്യത്തെ പൂരത്തിന് കനത്ത മഴയും വെള്ളപ്പൊക്കവുമായതിനാൽ തൃശ്ശൂർ ദേശത്തു നിന്നുള്ള ക്ഷേത്രങ്ങൾക്ക് സമയത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. സമയം വൈകി എന്ന കാരണം പറഞ്ഞ് തൃശ്ശൂർ സംഘങ്ങളെ പൂരം നടത്തിപ്പുകാർ അപമാനിച്ച് മടക്കി അയക്കുകയുണ്ടായി. ഇക്കാര്യം അന്നത്തെ നാടുവാഴിയായ ശക്തൻ തമ്പുരാൻ അറിയുകയും ആറാട്ടുപുഴ പൂരം മാതൃകയിൽ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള 10 ക്ഷേത്രങ്ങൾ ചേർന്ന് മറ്റൊരു പൂരം നടത്തുവാൻ നിശ്ചയിച്ചു. ഇങ്ങനെയാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. നെയ്തിലക്കാവ് ഭഗവതിയുടെ തിടമ്പേറിയ ഗജവീരൻ വടക്കുംനാഥൻ്റെ തെക്കേ ഗോപുരവാതിൽ തള്ളി തുറക്കുന്നതോടെയാണ് പൂരവിളംബരത്തിന് തുടക്കമാകുന്നത്. പാറമേക്കാവും തിരുവമ്പാടിയും ചേർന്ന് ഇവരുടെ ഗജവീരന്മാർക്കായി ചിട്ടപ്പെടുത്തിയ നെറ്റിപ്പട്ടം, ആലവട്ടം, വെൺചാമരം, മുത്തുക്കുടകൾ എന്നിവയുടെ പ്രദർശനമായ പൂരച്ചമയവും നടത്താറുണ്ട്. പൂരം നാളിൽ ഉച്ചയ്ക്ക് 2:30 വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ച് ഇലഞ്ഞിത്തറ മേളം നടക്കും. നിരവധി കലാകാരന്മാർ പങ്കെടുക്കുന്ന വാദ്യഘോഷത്തിൽ ചെണ്ട, കുറുങ്കുഴൽ, കൊമ്പ്, ഇലത്താളം എന്നിവയുടെ താളത്തിനൊത്ത് ജനക്കൂട്ടവും താളം പിടിക്കുന്നു. ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം ഗജവീരന്മാർ പടിഞ്ഞാറേ ഗോപുര നടയിലൂടെ ഉള്ളിലേക്ക് കയറി തെക്കേ ഗോപുര നടയിലൂടെ പുറത്തു വന്ന് മൈതാനത്തിൻ്റെ ഇരുവശങ്ങളിലുമായി അണിനിരക്കുന്നു. പരസ്പരമുള്ള മത്സരമെന്ന പോലെ ഇരുകരക്കാരും ആലവട്ടത്തിൻ്റെയും വെൺചാമരത്തിൻ്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ പല വർണ്ണത്തിലുള്ള കുടകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ആൾക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളികളുടെ അലകൾ ഈ വാദ്യഘോഷങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ളതാണ്. കൂടാതെ ഇരുകൂട്ടരും ചേർന്ന് ആകാശത്തെ പ്രകാശിപ്പിക്കുന്ന മനോഹരമായ വെടിക്കെട്ടും നടത്തും. ഇത് കാണാൻ ഏവരും ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കും. പുലർച്ചെ പകൽപൂരം. പകൽപൂരത്തിന് ശേഷം ഏവരെയും വികാരഭരിതരാക്കുന്ന ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ചടങ്ങ്. പാറമേക്കാവിലെ അമ്മയുടെയും തിരുവമ്പാടി ശ്രീകൃഷ്ണൻ്റെയും തിടമ്പേറ്റിയ ഗജവീരന്മാർ ഇനി അടുത്ത പൂരത്തിന് ഒത്തുകൂടാമെന്ന് പറയുന്ന പോലെയാണ്. ശേഷം നടത്തുന്ന പകൽ വെടിക്കെട്ടോടുകൂടി ഈ വർഷത്തെ പൂരം സമാപ്തിയായി. തൃശ്ശൂർ പൂരം ഒരു ക്ഷേത്രോത്സവം മാത്രമല്ല, മതപരമായ അതിരുകൾക്കപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുള്ള ആൾക്കാരെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു സാംസ്കാരിക ആഘോഷം കൂടിയാണ്.